മലയാളി മക്കളെ വണക്കം. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ദീപകിന്റെ ക്യാപ്റ്റൻസി ഒന്നും പറയാനില്ല. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത്രയും ക്യാപ്റ്റന്മാർ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദീപകിനെ തന്നെയാണ് കേട്ടോ. അപ്പം 823 ദീപക് മറ്റേ ക്രൗൺ അണിയാണ്, അതായത് ഓൾഡ് ക്യാപ്റ്റൻ ക്രൗൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ദീപക് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം. അതേപോലെ തന്നെ കുറേ നമുക്ക് ഇപ്പോൾ വീട് രണ്ടല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ഇൻചാർജൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കിച്ചണായിട്ട് ജാക്ലിൻ, ദർശിക, സത്യ, അതേപോലെ അരുണ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റോർ റൂമിന് ഇൻചാർജായിട്ട് രഞ്ജിത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വസലിന് വിശാലും അതേപോലെ റാണവും സാച്ചിനെയും ആനന്ദിയും കൂടെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹൗസ് ക്ലീനിങ്ങിന് വന്നിട്ട് റയ്യാനും അൻഷിതയും പവിത്രയാണ്. പിന്നെ ബാത്റൂം ജെഫ്രിയും, പിന്നെ അൻഷിത ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സൗന്ദര്യ ഇവിടെ പോയി. സൗന്ദര്യ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ്റെ പിന്നാടി നിൽക്കുന്ന ഒരാളായിട്ടാണ്. അതായത് എല്ലാം ചെയ്ത് ടാസ്കൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ചെയ്യിക്കുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് സൗന്ദര്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൗന്ദര്യക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓഡിയൻസ് പോളിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ബോയ്സ് ടീമിലും ഗേൾസ് ടീമിലും വെച്ചിട്ട് റാങ്കിങ് പൊസിഷൻ കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോയ്സ് വന്നിട്ട് ഗേൾസിന് റാങ്കിങ് പൊസിഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഓഡിയൻസ് പോളിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തേതായിട്ട് അൻഷിതയ്ക്ക് കൊടുക്കുന്നു. രണ്ടാം സ്ഥാനം എന്ന് പവിത്രയ്ക്ക്, ഫസ്റ്റ് വന്നിട്ട് ദർശയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. നാലാമത്തെ സ്ഥാനം സാച്ചിന, അഞ്ചാമത്തെ സ്ഥാനം ആനന്ദി, അതേപോലെ ആറാമത്തേത് ജാക്ലിൻ, ഏഴാമത്തേത് സൗന്ദര്യ, എട്ടാമത്തേത് മഞ്ചരി. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വിശ്വാസത്തിൻ്റെ ഇതിൻ്റെ പേരിലാണ് അവരത് കൊടുത്തിരിക്കുന്നത് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ തവണ വെറൈറ്റി ആയിട്ട് നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു ഫ്ലവർ വേഴ്സ്, അതായത് ഒരു പൂച്ചട്ടിയിൽ ഒരു 5 പൂവുള്ളൊരു ചട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതേപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ, അതേപോലെ വീഴ്ചകളൊക്കെ സംഭവിച്ചാൽ നമുക്കൊരു ഫ്ലവർ കട്ട് ചെയ്യാം. അങ്ങനെ മൊത്തം 5 എണ്ണവും കട്ട് ചെയ്ത ക്യാപ്റ്റൻസിയിൽ നമ്മുടെ ദീപകിൻ്റെ ക്യാപ്റ്റൻഷിപ്പ് മാറിയിട്ടുണ്ടാവും, ഇല്ലാതാവും. അപ്പം ദീപക് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നതിന് മുന്നേ എന്നോട് ഒന്ന് പറയുകയാണെങ്കിൽ ഞാനത് ശരിയാക്കാൻ എന്നെക്കൊണ്ട് മാക്സിമം ശ്രമിക്കും എന്ന് പറയണ്ട. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കട്ട് ചെയ്യണം പ്ലീസ്, അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് ദീപക് പറയുന്നത്. നല്ലൊരു തീരുമാനം. ബിഗ് ബോസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി നോമിനേഷൻ ഇത്തവണ ഇച്ചിരി വെറൈറ്റിയാണ്. ദീപക് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ദീപകിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ കുറച്ച് പെഡൽ വെച്ചിട്ടുണ്ടാവും. അതിന് മണ്ടയ്ക്ക് എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ടാവും. അതിൽ നിന്നും ഒരു പടമെടുക്കുക. നമ്മൾ ആരാണ് ഇവിടുന്ന് നോമിനേറ്റ് ആയി പോകേണ്ടതെന്ന് വിചാരിക്കുന്നത് അവർക്ക് നമ്മളൊരു ക്രോസ് മാർക്ക് റെഡ് കളർ അവിടെ വെച്ചിട്ടുണ്ട്, അത് വെച്ച് ക്രോസ് ചെയ്യുക. അതിനുള്ള കാരണങ്ങൾ പറയുക. എന്നിട്ട് മെയിൻ ഡോർ വഴി എറിഞ്ഞു കളയുക, ചുരുട്ടിക്കുട്ടി. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ചത്തെ. അതായത് സത്യ വന്നിട്ട് ജാക്ലിനെ പറയുന്നുണ്ട്, ആനന്ദി വന്നിട്ട് രഞ്ജിത്തിനെയും പറയുന്നുണ്ട് കേട്ടോ. ജാക്ലിനെ പറഞ്ഞത് അതൊരു തമാശയ്ക്കുള്ള ഒരു കാരണം പറഞ്ഞത്, ആ കാരണം പറഞ്ഞിരിക്കുന്ന ഒരു തമാശയ്ക്ക് ജാക്ലിൻ ചെയ്തൊരു കാര്യമായിരുന്നു. ആ ജാക്ലിന് ഫീലായിട്ടുണ്ടായിരുന്നു. ജാക്ലിൻ കരയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് എന്നാണോ നോമിനേഷനൊക്കെ അല്ലേ, നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപകിനോട് സൗന്ദര്യ റെസ്റ്റ് റൂം വരെ പോകണോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സൗന്ദര്യ പോയി മേക്കപ്പ് ചെയ്യുകയാണ്. ബിഗ് ബോസ് അത് ഒറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേ നിങ്ങളുടെ ക്യാപ്റ്റൻ നിങ്ങളുടെ ആൾ വന്നിട്ട് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞ് മേക്കപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴത്തേക്ക് പറയുന്നത്, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ വിടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊരു കോമഡി പോലെ തോന്നി. ദീപക് വന്നിട്ട് സാച്ചിനെ ശിവയും, ജഫ് വന്നിട്ട് സാച്ചിന ആനന്ദി, തർഷിക വന്നിട്ട് സത്യ ആനന്ദി, അതേപോലെ അരുൺ വന്നിട്ട് മഞ്ചരി സാച്ചിന, റാണ വന്നിട്ട് റയ്യാൻ മഞ്ചരി, ജാക്ലി വന്നിട്ട് അൻഷിത ശിവ, രഞ്ജിത്ത് വന്നിട്ട് ആനന്ദി റയ്യാൻ, പവിത്ര വന്നിട്ട് വിശാൽ സത്യ, അൻഷിത വന്നിട്ട് ശിവകുമാർ മഞ്ചരി, റയ്യാൻ വന്നിട്ട് മഞ്ചരി ശിവ, മുത്തുകുമാർ വന്നിട്ട് റയ്യാൻ അൻഷിത, സാച്ചിന വന്നിട്ട് മഞ്ചരി അൻഷിത, ശിവകുമാർ വന്നിട്ട് അൻഷിത മഞ്ചരി, സൗന്ദര്യ വന്നിട്ട് മഞ്ചരി വിശാൽ വന്നിട്ട് മഞ്ചരി മുത്തുകുമാർ, മഞ്ചരി വന്നിട്ട് സത്യ അൻഷിത, രഞ്ജിത്ത് ജാക്ലിൻ സാച്ചിന ശിവകുമാർ സത്യ ആനന്ദി വിശാൽ അൻഷിത റയ്യാൻ, അത് പിന്നെ പോയിട്ട് മഞ്ചരി. ഇത്രയും പേരാണ് കേട്ടോ ഈ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വെളിയിലുള്ള ആൾക്കാർ വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് നമ്മൾ സേഫ് ഗെയിമേഴ്സായിട്ട് കളിക്കുന്ന കുറേ പേര് ഇത്തവണ നോമിനേഷന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഷോപ്പിംഗ് ടാസ്ക് ആണ് കേട്ടോ.
അതായത് എപ്പോഴും 2 വീടായിട്ടല്ലേ ചെയ്യുന്നത്, ഇത്തവണ ഇച്ചിരി വെറൈറ്റി ഉണ്ട്. അതായത് നമ്മുടെ ബുൾസൈയിൽ അത് ഉണ്ടാക്കണം എന്നുള്ളത്, അത് പൊട്ടിപ്പോകാൻ പാടില്ല. ഒരു ബുൾസൈക്ക് 500 പോയിന്റ് എന്ന് വെച്ചുള്ളായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുകയാണ്, എല്ലാവരും ഉണ്ടാക്കി. നമ്മുടെ സൗന്ദര്യം ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 8500 രൂപയ്ക്ക് സൗന്ദര്യം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, 9000 രൂപ കിട്ടിയാനായിരുന്നു. അപ്പം സൗന്ദര്യയുടെ പോയിട്ടുണ്ട്, ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വരുന്നത് ലിസ്റ്റ് പ്ലാസ്മ TV വരും, എന്നിട്ട് ലിസ്റ്റ് ബോർഡിൽ എഴുതുക, ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ടാസ്ക്, നമ്മുടെ മലയാളത്തിൽ പോലെ. അപ്പം ബോർഡിൽ എഴുതുന്നത് മുത്തുക്കുമാറും ലിസ്റ്റ് വിശാലും ജാക്ലീനും കൂടിയാണ് കേട്ടോ പറഞ്ഞത്. നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ എമൗണ്ടിനെക്കാട്ടി കുറവ്, ഒരു 200 രൂപയ്ക്ക് കുറവാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ റിവ്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ ആനന്ദിയും പവിത്രയും ആൾക്കാരെ പറ്റി. ആനന്ദിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഇരുന്നിട്ടാണ് ആനന്ദി റിവ്യൂ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സേഫായിട്ട് കളിക്കുന്ന ഒരു ആനന്ദി, പവിത്ര ഓക്കെ അങ്ങനെയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ദീപക്കിൻ്റെ ക്യാപ്റ്റൻസി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഓരോരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ.